നിങ്ങളോട് ഒരു ഡ്രഗ് അടിച്ച ഹിന്ദി ഗുട്ക ഹിന്ദു മുസ്ലിം പെണ്ണുങ്ങളാണെങ്കിലും വൃത്തികെട്ട സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഡ്രഗ് അടിച്ച് തമ്മിൽ കൊല്ലിക്കണവർ ആരും പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക്? അതവർക്ക് ധൈര്യമില്ല, ഒന്നുമില്ല. ശിഖണ്ഡികൾ ആരാച്ച് നടക്കാന്നല്ലാണ്ട് വേറെ ഒന്നും അവർക്ക് അറിയില്ല. മുസ്ലിംസിനും ഹിന്ദുസിനും റോമൻ കാത്തലിക്സിനും മാമക്കോയകൾക്കും ചോർക്കാനുകൾക്കും സ്വന്തം പേരുള്ള സ്വന്തം ബർത്ത് റേറ്റും അല്ല. അപ്പോൾ ശരിക്കുള്ളത് നിർജ്ജീവമായി മനസ്സിലാക്കി നിർജ്ജീവമായത് തല്ലുടക്കുക, അല്ലാണ്ട് അടി കൂടാനല്ല പറയണത്. അവർ അടി കൂടിക്കുകയാണെന്ന് പറഞ്ഞ് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ തല്ല് കൂട്ടി ഇല്ലാണ്ടാവണവരുണ്ട്. ന്യൂസിൽ എപ്പോഴും കേൾക്കുന്നുണ്ട്. ഈ ന്യൂസ് കാണുന്നതിന് ഇഷ്ടമല്ല, കൃത്രിമമായ ന്യൂസ് വരെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് 24 ന്യൂസ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കുള്ള തുടങ്ങി വരുന്നത് എന്താ, ഈ വൈരാഗ്യവും വിദ്വേഷമൊക്കെ എടുത്ത് കളയും. വൈരാഗ്യവും വിദ്വേഷവും പിന്നെ എന്നിട്ടാണ് നിർജീവമായ ചതിയും കുറ്റബോധവും നാണവും. എന്നിട്ടാന്ന് പറയാം വൈരാഗ്യം വിദ്വേഷം, അതൊക്കെ എടുത്ത് ദൂരെ കളാം, അതൊക്കെ മാറ്റാൻ പഠിക്കും. അല്ലാണ്ട് ഈ ചെറിയ കുഞ്ഞുങ്ങളെ പോലെ ഓരോ വിഡിത്തം ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് വരെ ഇങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. അപ്പോൾ ശരിക്കുള്ള മനസ്സിലാക്കാൻ പഠിക്കും. ഇവിടെ ആരെയും എന്നോട് പറയിപ്പിക്കണല്ലോ. അപ്പോൾ അവിടെ തൊട്ട് തുടങ്ങി വരുന്നതാണ് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വരെ കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞു വരണേന്ന്. മനസ്സിലായി. തീട്ട സുരേഷ് ഗോപിയും എല്ലാം തന്നെയാണ്. ബി ജെ പി എല്ലാം തീട്ട ശ്രീകണ്ഠികളെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ പെണ്ണെന്ന് പേര് വരുന്നത് അത് തന്നെയാണ്. ശ്രീകണ്ഠികളെ ആരാധിക്കണവർ പറയുമോ? ഇല്ല. എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നും നേടാനില്ല. ധൈര്യം ഇല്ലാത്തവരെല്ലാം ഡ്രഗ് അടിച്ച് ആർട്ടിഫിഷ്യൽ കൃത്രിമം വിഴുങ്ങുക, നാച്ചുറലായിട്ട് വിഴുങ്ങാൻ കൃത്രിമം കാണിക്കുക. എന്നിട്ട് കുറേ വിഡ്ഢികളെ ഒപ്പം വെച്ചിട്ട് കുറേ നാളെ നരകത്തിൽ പോകും. നരകം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ട്. ഇവിടെ നരകമായിട്ട് കിടന്നിട്ട് ധൈര്യം ഇല്ലാണ്ട് നടക്കണവർ എന്തോ ഡ്രഗ് അടിച്ചോട് പറഞ്ഞിട്ട് എന്തൊരു നേടിയെന്ന് ചോദിച്ചാൽ ഇതാണ് ഡ്രഗ് അടിച്ചാണെന്നാണ് നേടിയത്. നീ ഉള്ള കാര്യം നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല. നീ ഇവിടെ വന്നിട്ട് നിന്റെ വളി വിട്ട വമിക്കണ മോദയും വെച്ചിട്ട് നിന്റെ ഹിന്ദി യു മാറ്റി അയ്യ് ഗുഡ്ക ഹിന്ദി എന്ന് പറയുന്നതാണ് മലയാളി പാൻപരാഗ് ഹിന്ദു എന്ന് പറയുന്നത്. ഹിന്ദു തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് നീ തെറ്റാവുന്നത്. അതാ നിനക്ക് വളി വിട്ട കുടിച്ച് ഡ്രഗ് നടന്നത് നീ ചിന്തഭാരാവുന്നത്. എനിക്ക് ചിന്തഭാരത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണ് ഞാൻ പണ്ടേ 20 വർഷം മുമ്പ് തൊട്ട് കുടിച്ച് ഡ്രഗ് അടിച്ചത്. തലയ്ക്ക് സുഖമില്ലാത്തവർ നിന്റെ കൂടെയുള്ളവരാണ്. കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുന്നവരാണ് വിറ്റാവുന്നത്. നിന്നെ ചികിത്സിക്കുന്ന സ്ത്രീകളും എല്ലാം കൂടി ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്. നീ അവരുടെ റൂമിൽ അവർ പതുക്കി ബെഡ്റൂമിൽ എന്തൊരു കഴിക്കണമെന്ന് നോക്ക്. നിന്നെ ചികിത്സിക്കുന്ന ശോഭനയും എല്ലാ വക വെട്ടികളും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. ഡ്രഗ് അടിച്ച് ഗുഡ്കയുടെ അഡിക്റ്റാണ് അവർ. അതാണ് അവരുടെ ഫേസും ശരിക്കും നോക്കിയാൽ മേക്കപ്പ് ഇട്ടിട്ടുള്ള ഫേസ് ഓരോ ഗോഷ്ടികൾ കാണിക്കണം നോക്ക്. ചിരിക്കുന്നവരെ ഡ്രഗ് അടിച്ചിട്ടാണ്. അത് നാച്ചുറലി ഇല്ല. ആരും പറയിപ്പിച്ച് പറഞ്ഞത്. ശിഖണ്ഡികൾ ആരാധിക്കണം, സ്വാമികളെ ആരാധിക്കണം, മുസ്ലിംസ് തന്നെ ഷാർഖാനും സ്വന്തം പേരും സ്വന്തം ബർത്ത് റേറ്റ് ഇല്ലാത്തവര് ആരും പറയിപ്പിച്ച് ഡ്രഗ് അടിച്ച് വേണ്ടി കൈയടിച്ചിട്ട് വളി വമ്മിച്ചിട്ട് വളി വിട്ട് ആരും വിഡ്ഢികൾ പറയിപ്പിച്ചിട്ട് സ്വന്തമായിട്ടൊന്നും പറയാനില്ല. വളി വമ്മിക്കില്ലേ ബോധയെന്ന് ആ തരം നാവിന്ന് വരുന്നതാണ്. ഇവിടെ ഉള്ള ഇവിടെ പേരോട് സംസാരിക്കണം. നീ ഡാഡി എന്ന് പറഞ്ഞാൽ ഡാഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡാഡി നാളെ വൈകിട്ട് വരുള്ളൂ എന്ന് പറയാന്നല്ലാണ്ട് ഞാൻ ഇങ്ങനെ പറയണ ഞാനാ ഡാഡി എന്നോട് സംസാരിക്കുക പറയണ. ചിലപ്പോൾ നീ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. നീ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെയാണെന്നുണ്ടാ. നിന്റെ തന്തേനെ അന്വേഷിച്ച് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ അങ്ങനെ പറയായിരിക്കും. ചിലപ്പോൾ നിന്റെ തന്ത എവിടെയാടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ ഈ രീതിയിലല്ല ചോദിക്കണേ. അപ്പൊ എന്റെ തന്ത എന്റെ തന്ത എന്നോട് സംസാരിക്കുക നീ പറയും. ചിലപ്പോ നീ ഡ്രഗ് അഡിക്റ്റ് അല്ലേ? ഗുഡ്ക കഴിക്കണ ചാക്കകള് പാതിരികളുടെ കയ്യിൽ കക്ഷട്ട് കൈ നടക്കണവര് ആവശ്യമില്ലാത്തത് ചെയ്യണത്. നീ ആവശ്യപ്പെടാണ്ട് ഞാൻ വരണം. ഇവിടെ ആരെയും പറയിപ്പിക്കാനാണ് വെട്ടി. കുറെ പൂക്കോകളെല്ലാം വളി വിട്ട് ഒരു വൃത്തികെട്ട ശരീരം വെച്ച് നടക്കുന്നുണ്ട്. 37 വയസ്സുണ്ടാവുള്ള ചേത്തനും കണ്ടു കഴിഞ്ഞാൽ കൊടവയറും വളഞ്ഞ കൊടവയറും പെട്ടതലയും മൂത്ര തടസ്സം അണ്ടിയും കൊണ്ട് നടക്കണത് 78 വയസ്സ് നോക്കി ഇങ്ങനെയുള്ളവരെ സോണി സണ്ണികളെ. അവരുടെ തന്ത നേരത്തെ സത്തുണ്ട്. അതുകൊണ്ട് അവരുടെ തന്തയുടെ ഭാര്യയ്ക്ക് വരെ മനസ്സിലാവുള്ള ഏതാ ശരിയെന്ന്. റോമൻ കാത്തലിക് ഹിന്ദു മുസ്ലിം തെറ്റാന്ന് പല സമയത്തവളെ മാനിയായിട്ട് എല്ലാ രീതിയിലും പറഞ്ഞു തന്നു. എന്നിട്ട് അവർക്ക് കുലുക്കല്ല. എടാ നീ തെറ്റ് മുറുകെ പിടിച്ചാൽ നീ നരകല്ല ഏറ്റവും വലിയ കുഴിയായിരുന്നു കൂട്ടി വാങ്ങ. നീ എടാ ധൈര്യം ഇല്ലാത്തവർ പറയോ? നിന്റെ കൂടെയുള്ള ധൈര്യം ഇല്ലാത്ത കുടിച്ച് നടക്കണ എത്ര ഉയരണ്ടായാലും ഡ്രഗ് അടിച്ചാണെന്ന് വളി വിട്ടമാണ് അവരുടെ മോന്ത നോക്കുമ്പോഴേ ഒന്നും ബോധിപ്പിക്കാൻ തോന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? വളി വിട്ട മണുണ്ടല്ലോ ഈ നാവിന്ന് വളി വിട്ട വാക്കുകൾ ഉപയോഗിച്ച് അവരെ പറയിപ്പിച്ച് സ്വന്തമായിട്ട് പറയാറിയാണ്ട് ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ വളി വിട്ട മോന്ത അവരുടെ മുഖത്ത് വമിക്കുന്നുണ്ട്. അത് അവർക്ക് അറിയില്ല. അവർ കണ്ണാടി പോയി നോക്കുമ്പോൾ അറിയണം അവർ വളി വിട്ട മോന്തന്ന് മണം വമിക്കില്ലേ? വളി വിട്ട മണം ആ വക ഉണ്ടത് അവിടെ. ഇത്ര പഴകിയവര് 37 വയസ്സൊന്നും ഉണ്ടാവുള്ളൂ, 28 വയസ്സുണ്ടാവുള്ളൂ.
കണ്ടിട്ട് ഏതോ വയസ്സന് ഏതോ 78 വയസ്സായ പോലെ തോന്നിക്കാതെ കോടവയറുണ്ടാവും, കണ്ണൊക്കെ അങ്ങനെ വീർത്തിരുന്നിട്ട് പെട്ടത്തലേക്ക് ആയിട്ട് ഒരു വൃത്തികെട്ട ഒരു തരം രൂപം കണ്ട മനസ്സിലായി. ഒരു വളി വേസ്റ്റ് മുഖം എന്ന് പറയില്ലേ, ആ ടൈപ്പ്. വേസ്റ്റിന്റെ അടുത്ത് വേസ്റ്റ് ഇങ്ങനെ ലാലൂര് പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അവിടെ അതിന്റെ അടുത്തോടെ അർണാട്ടുകാരെ സെന്ററിന്റെ അടുത്ത് പോയിരുന്നു. അവിടെ 2012-13 അതിന്റെ അടുത്തോടെ ഇങ്ങനെ ഈ വേസ്റ്റിന്റെ സ്മെല്ല് വരും. ആ ടൈപ്പ് സ്മെല്ലാണ് നിങ്ങളുടെ മുഖത്ത് നിന്ന് വരുന്നത്. അതല്ല നിങ്ങളുള്ള കാര്യം നിങ്ങൾക്ക് ഇങ്ങോട്ട് സംപ്രേഷണം ചെയ്യാൻ പറ്റണുള്ള, സംസാരിക്കാൻ പറ്റണുള്ള. നിങ്ങൾ എന്നോട് ഡാഡി എന്നുള്ളത് ചോദിച്ചു, ഞാൻ ഇവിടെ ആദ്യമായിട്ട് ബാക്കി പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞോളാം. പറയണത് ഞാനാ ഡാഡി ഞാൻ ഇന്നലെ വന്നോളൂ, എന്നോട് സംസാരിക്കുക. നീ അങ്ങനെ പറയണ്ടോ? പക്ഷെ ഞാൻ അങ്ങനെ ആവുന്നുണ്ടാ? അതപ്പോൾ നീ ഒന്ന് ഇറങ്ങി പോടാന്ന് പറയേണ്ട രീതിയിലാണ് പറഞ്ഞത്. ഇവിടെ ആ മാടമ്പുള്ളിയും സാൻവേർഡ് മാടമ്പുള്ളിയും വെച്ചിട്ട് ഒളിഞ്ഞ് നോക്കിയിരുന്നിട്ട് നീ മനുഷ്യനാണോടാ ഡ്രഗ് അഡിക്റ്റ്? ഇവിടെ ഞാൻ എനിക്ക് ഓർമ്മയിരുന്നുണ്ടായി, ഫിറ്റ്സ് വന്നിട്ട് എനിക്കിങ്ങനെ നുരച്ച് പത വന്ന് ചോര ചതച്ച് ഉരുണ്ട് വീണാ പോലും നീ അന്വേഷിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാടാ നീ വിഡ്ഢികളുടെ കൂടെ ഇരുന്ന് നരകണ്ണി ഇരിക്കാതിരിക്കാ? നീ ആവശ്യപ്പെടാണ്ട് ഞാൻ വരണം. ക്രിസ്ത്യാനിറ്റിക്ക് വിപരീതം ചെയ്ത ഹിന്ദു മുസ്ലിമും റോമൻ കാത്തലിക്കും വലിയ കാര്യമായി പോയി. 2000 വർഷത്തില് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, എല്ലാം വിപരീതം ചെയ്യണം ഇവര്. അവിടെ ശിഖണ്ഡിയിലാകണം ആരെങ്കിലും ആരാധിക്കോടാ ഹിന്ദുസ് പോലെ? ഹിന്ദുസിന് ഒരു മേന്മയില്ലാതെ വെട്ടി. നിങ്ങൾ അതാ ചിന്തഭാരമുള്ളത്. നിങ്ങളെ ഡ്രഗ് അടിച്ച് നടക്കണം, ചെയ്യണത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് തെറ്റ ചെയ്യണത്. നിന്റെ ഹിന്ദു, നിന്റെ മുസ്ലിം, റോമൻ കാത്തലിക് തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ചിലുണ്ടാ? എന്തെങ്കിലും ദണ്ണം തോന്നുന്നുണ്ടോ നിനക്ക്? നിന്റെ കൂടെയുള്ള വെഡിത്തം കാണിച്ചപ്പോൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്? ഇല്ല, അവർ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നാൽ നമുക്ക് ബോധമില്ലാണ്ട് ചാവാന്ന് പറയാ. ബോധമില്ലാണ്ട് വെട്ടിയിട്ട് അറിയില്ല അവർ ചത്തുന്നു. അതാ ധൈര്യം ഇല്ലാത്ത ധൈര്യം ഇല്ലാണ്ട് ചാവണവര്. ഒരു കാര്യം സംപ്രേഷണം ചെയ്യുമ്പോൾ മനസ്സിലാക്കാതെ അതല്ലാന്ന് ആ ഒരു കാര്യം. ഒരു മുസ്ലിംസും ഹിന്ദുസ്ഥാർക്കും എല്ലാം മാമക്കോയകളും ഇത് തന്നെയാണ് ചെയ്യണേ. അവരാരും പറയിപ്പിച്ച് പറയാം, സ്വന്തം പറയാനില്ല. കുടിച്ച് ഡ്രഗ് ഉറക്ക തൂങ്ങിയ മോതകളാണ്. ഒരു തരം പ്രകാശം മേക്കപ്പെട്ട് അവർ ഫേക്കുകളുടെ ആർട്ടിഫിഷ്യാലിറ്റിയാണ് കാണിക്കണേ. സ്വന്തം പേരില്ല, സ്വന്തം ബർത്ത് റേറ്റും ഇല്ല. സ്വന്തം പേരാണോ ചോദിക്കി? ഇത് നിന്റെ സ്വന്തം പേരാണോ ചോദിക്കി? മാമക്കോയോടെ ഇത് നിന്റെ സ്വന്തം പേരാണോ? ഇതെന്റെ സ്വന്തം പേര്. ഓ പഴകിയവരുടെ സംസാരമാണ് പോയിസ്റ്റോൺ. അടുത്തത് നിങ്ങൾക്കൊന്നും കൂടെ സംസാരിക്കാൻ പറ്റാത്തത് സ്വന്തം പേരല്ല. പണ്ട് ഏതോ ഷിജീനും കോയകളൊക്കെയാണ്, എന്തൊക്കെയോ വേറെ ഏതോ അഫ്താബും അക്ബാലും 5 അടി 6 ഇഞ്ചുള്ളവര് 5 അടി 10 ഇഞ്ച് എഴുതിക്കും. അതിന്റെ മറമ്പൂല്ലേ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രസിഡന്റ് കറുത്തത്, അതിനടുത്ത് നിൽക്കുമ്പോൾ സെയിം ഹൈറ്റ്, ചിലപ്പോൾ അതിനേക്കാൾ താഴത്. അപ്പോഴേക്കും മനസ്സിലാക്കാം 5 അടി 6 ഇഞ്ചുള്ളത് 5 അടി 10 ഇഞ്ചില്ലാന്ന്. എന്തിനാണ് ഈ വിഡ്ഢിത്തം എഴുതി വെക്കുമ്പോൾ വിഡ്ഢിത്തം വിശ്വസിക്കാൻ നടക്കണം? നീ ശരിക്കുള്ളത് പറയുമ്പോൾ മനസ്സിലാക്കണ ബോധമല്ലേ? അതല്ലേ പറയണേ, നിങ്ങളുടെ സോഷ്യലിസം എന്ന് പറയുന്നത് നിങ്ങൾ ഓപ്പോസിറ്റ് ഓഫ് സോഷ്യലിസം ചെയ്യണത്. ഓപ്പോസിറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, മിസ്കമ്മ്യൂണിക്കേഷൻ. കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് വലിയ വീരത്വമായി എന്ന് പറഞ്ഞിട്ട് ശരിക്കുള്ളത് പറയണതിന് ആവശ്യപ്പെട്ട് വരാണ്ട് കുറേ ഇംഗ്ലീഷ് മാത്സ് എക്സാം എഴുതി എന്ന് പറഞ്ഞിട്ട് വലിയ ഉയരത്തിലെത്തിയും ചരിച്ചിട്ട് കാശ് കിട്ടുന്നതാണ് വലിയ കാര്യം ചരിച്ച് കാശ് ഇവിടെ വെച്ച് പോവില്ലേ? ഈ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന ഒരു ധൈര്യം ഇല്ലാത്തതാണ് പല സ്ത്രീകളും മനസ്സിലാക്കാണ്ട് ഈ ബോധലാണ് കിടക്കുന്നത്. ധൈര്യമില്ലായ്മയാന്ന് പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാണ്ട് കുറെ ഗുഡ് കഴിച്ച് നടന്നവരാണ് ചാക്കും പൂക്കും. എന്തെങ്കിലും വിഷമം വന്ന ചിന്തഭാരവും ക്ഷീണവും 96 മാർക്ക് 82 മാർക്ക് കിട്ടിയാൽ വരെ അവർ കുടിച്ച് നടക്കും. അപ്പം മനസ്സിലാക്കാൻ പഠിക്കും. ഞാനാണ് 0 മാർക്ക് കിട്ടിയാൽ പോലെ ഞാൻ ഡ്രഗ് അടിച്ച് നടക്കാൻ പോകുള്ളേ. പിന്നെ അതുകൊണ്ട് ഇവിടെ ആരും ഞാൻ പറയിപ്പിക്കാനില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ബോധനയാണ് ചെയ്യുന്നത്. നീ ശരിയാണോ ചെയ്യുന്നത്? നീ തെറ്റായതുകൊണ്ടാണ് ശരിക്കുള്ള കാര്യം നിനക്ക് ചോദിക്കാൻ പറ്റാത്തത്. എൻ്റെ മുഖത്ത് നോക്കി അല്ലേ? ആ തെറ്റിൽ തന്നെ ഒഴുകി എത്ര വയസ്സായാലും 78 വയസ്സായാലും ഈ ചെറിയ കുരുട്ട് ബുദ്ധി കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കാ ഗുണം? എനിക്ക് ഒരു ഗുണം, ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു ഗുണവുമില്ല. ഞാനായിട്ട് പറഞ്ഞത് നിങ്ങൾ വിപരീതം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. ഒരു മൂമയും മാമും കോയത് പറയില്ല. അവർ നിന്റെ തലേദിവസം വന്നാൽ നീ കുടിച്ച് അവർ പാൽ തുറന്നാൽ നിങ്ങൾ നീയല്ലേ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരാണ്. അവർക്ക് ഛർദ്ദിച്ച ഫ്രൈഡ് റൈസ് കൊണ്ട് അവിടെ നിരത്തി എല്ലാം കൊണ്ടുവച്ചാൽ അവരത് തിന്ന് വീണ്ടും ഛർദ്ദിക്കും. എന്നിട്ട് ഈ കുട്ടിക്കും പരീക്ഷയിൽ തോറ്റു പറഞ്ഞ് കുടിച്ച ചോക്കവും പോക്കവും എല്ലാം ചിക്കൻ പോക്കവും എല്ലാം കൂടിയാണ് പിന്നെയും ജിം എടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവർ നേരത്തെ പാരീസ് ആവുന്നത് 59-60 വയസ്സിൽ. ഫ്രോഡ് സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത് പോട്ടെ, അത് വേറെ.
നിങ്ങൾ ശരിക്കുള്ളത് ആവശ്യപ്പെടാൻ വരാത്തത് എന്തുകൊണ്ടാണ്? എന്നിട്ട് നിങ്ങൾ ആവശ്യപ്പെടാണ്ട് ഞാൻ പറയണം ഞാൻ വരാം, ശരി, ഞാൻ നന്നായി ചെയ്യാം, അതായിട്ട് തെറി വിളിക്കാനല്ല പോണത്, നല്ലത് ചെയ്യാം, ഇത് ഈ രീതിയിൽ സ്പഷ്ടമായിട്ട് പറഞ്ഞു ചെയ്യാം, നോക്കാം, എന്നാൽ ചെയ്യാം, ക്രിസ്ത്യാനിറ്റി അതിനെക്കുറിച്ച് പറയുമ്പോൾ നീ ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് ഇത് കൊണ്ടുവരാൻ വീണ്ടും. എടാ നിന്റെ പോലെ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് വീട്ടുകാരെയും കൂട്ടുകാരെയും കുടിച്ച് ഞാൻ പറയാൻ പോയതാണായിരുന്നെങ്കിൽ നീ ഏതോ വീട്ടിനെ ഓർക്കണത് ശരിയായേനെ. അതല്ല. പിന്നെ എന്തിനാണ് ഈ വളി വിട്ട പന്നിമോന്തകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണേ? പന്നിമോന്തകൾക്ക് തൂറായിരിക്കുമ്പോൾ കുറുക്കം കുശിട്ട മോന്തയാണ്. അതൊന്നും മുഖത്തുനിന്ന് വളി വിട്ട വേണം മിക്കുന്നത് മനസ്സിലാക്കാണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള കാര്യം ചോദിക്കാണ്ട് വേറെ എല്ലാവരെയും കുറിച്ച് ചോദിച്ചാണ് ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞ നിങ്ങൾ ചോദിച്ച ആള് ഞാനാണ്, എന്നോട് സംസാരിക്കൂ നിങ്ങൾ എടാ ഉള്ള കാര്യം എപ്പോ എവിടെ പറയണമെന്ന് മനസ്സിലാക്ക്. ഇവിടെ ആരും എന്നോട് പറയിപ്പിക്കാൻ ഇതൊരു ഒരുമ്പെട്ടിട്ടുള്ളേ, ആരും എന്നോട് പറയിപ്പിക്കൂല്ലേ. ഇനി എത്ര വയസ്സ് കഴിഞ്ഞാലും 112 വയസ്സായാലും ഞാൻ തോൽവിയാവില്ല. അത് തോൽവി അല്ല, അത് ജയമാണ്. 2000 വർഷം മുമ്പുണ്ടായതും അത് അതിനു വേണ്ടി ഒരു പെട്ട് വന്നു, ഇതിനു വേണ്ടി ഒരു പെട്ട് വന്നു. അതല്ല, അത് അപ്പോ ഇതിപ്പോ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോഴും നാവിൽ വളി വിട്ട് ഹിന്ദി കുക്കി പറഞ്ഞിരിക്കുക. അന്ന് മുസ്ലിംസിനും ഹിന്ദുസിനും റോമൻ കാത്തലിക്സിനും ക്രിസ്ത്യാനിറ്റി ബന്ധമില്ല. അന്ന് ഒള്ളി സാക്രിഫൈസ്. അത് നിങ്ങൾ അധിഷ്ഠിതമായ കാര്യം നിറവേറ്റിയിരുന്നെങ്കിൽ ഈ 2000 വർഷം കഴിഞ്ഞിട്ട് എല്ലാം നടക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ ബൈബിളിന് വിപരീതം ചെയ്യണേ. അതാണ് അതപ്പോ ഇതിപ്പോ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ എത്ര പറഞ്ഞാലും നന്നാവില്ലാന്ന് ശിഷ്യന്മാർക്കറിയാം. അതാ പറഞ്ഞേ, ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ജഡ്ജ്മെന്റ് എന്താണെന്ന് വെച്ചാൽ അത് കിട്ടും. നിങ്ങൾ എത്ര പറഞ്ഞാലും വിപരീതം ചെയ്യണമെന്ന് അവർക്ക് അറിയാം. അന്നേ തൊട്ടറിയാം, എത്ര മുമ്പ് തൊട്ട ശരിക്കുള്ളവർക്ക് അറിയാം ഇത് ഏത് വഴിക്ക് പോണേന്ന്. ഇത്രയ്ക്ക് ഞാൻ പറഞ്ഞു, മെഡിറ്ററേനിയൻ ഇന്ത്യനായിട്ട് കണക്ഷൻ ഉണ്ടാവും. ശരിയാ, ദൈവാത്മാവായി പിറന്നു എന്നൊക്കെ പറയാം. ശരി. അപ്പൊ അതിൽ നിന്ന് വന്നത് ഒരു രീതിയിൽ വരണു. നിങ്ങളുടെ ധൈര്യമില്ലായ്മ, നിങ്ങൾ ശിഖണ്ഡികളെ ആരാധിക്കുന്നത് തെറ്റാണ്. ഞാൻ ഇപ്പോഴും പറയണു, തറപ്പിച്ച് പറയണു. എനിക്ക് നല്ല ബോധ്യം ഉണ്ടത് കോൺസ്. അല്ലെങ്കിൽ ഈ 2026 തന്നെ എല്ലാം കൂടി കത്തി കരിഞ്ഞ് ഇല്ലാണ്ടാക്കിയിട്ട് അവിടെ ഒന്നും ആകാശത്ത് കണ്ടു വരണ രീതിയിലായിരുന്നു. ഇല്ലേ പോയത്. ഇനി അതിൻ്റെ മുമ്പ് അതിൻ്റെ മുന്നോട് ഈ 2888 1988 തൊട്ട് ഇതിൻ്റെ ഈ കഥ തന്നെ മുൻപന്തിയിൽ നിന്ന് അങ്ങനെ ഉടനീളം വന്നത് അല്ലേ. 2000 വർഷം കഴിഞ്ഞിട്ട് 2001, അത് കഴിഞ്ഞിട്ടും 95 തൊട്ടും വീട്ടിലുണ്ടായതും നമുക്ക് ഓരോന്നുണ്ടായതും ചിക്കൻ ബോക്സ് എന്തൊക്കെ വെച്ചാൽ അത് കഴിഞ്ഞ് വന്നതും 96 കഴിഞ്ഞ് 2003-8 ആണെങ്കിലും 2711 ആണെങ്കിലും 2001 ആണെങ്കിലും 9/11 ആണെങ്കിലും എല്ലാം കഴിഞ്ഞ് 97 എന്തൊക്കെ ആ രീതിയിൽ വന്ന് ഇവിടെ വരെ എത്തിയുണ്ട്. അതിൻ്റെ ഇടയിൽ എവിടൊക്കെ എന്തൊക്കെ ഉണ്ടായി, ഏത് വഴിക്കൊക്കെ പോയത്, എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ഉണ്ടാക്കിയത്. അതുകൊണ്ട് മാടമ്പുള്ളിയും മേടാമ്പുള്ളിയും സാൻവാർഡും കുറിച്ചറും എല്ലാം വന്നിട്ട് ചാന്തോറും എല്ലാം റിസൾട്ട് വന്നിട്ട് നിങ്ങൾ ഒളിഞ്ഞ് നോക്കിയിട്ട് ഇവിടെ ഞാൻ ചോര ഛർദ്ദിച്ചിട്ട് ഇവിടെ ശരിക്കുള്ള കാര്യം പറയുമ്പോഴേ നിങ്ങൾക്ക് വീട്ടുകളുടെ കൂടെ നടക്കാതിരുന്നോടെ, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിച്ചോടെ, ഉള്ളിലൊന്നും വിവാഹത്തിന് ഉടമ്പടി ഇല്ലാണ്ട് സ്പിരിച്വൽ പ്രേഡ് ഷോർട്സ് കഴിക്കണം, ഷോർട്സ് കഴിക്കാതിരിക്കണം, ഷോർട്സ് പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് നിറവേറ്റോടെ, ധൈര്യമായിട്ട് ഇരുന്നോടെ. നീ എന്തിനാണ് ധൈര്യം ഇല്ലാത്ത പോലെ സ്വയം വെട്ടിട്ട് ചത്തതുപോലെ നിങ്ങൾ അറിയാതിരിക്കണേ. സ്വയം തലയ്ക്ക് സൂചാത്തൊരു പറയൂ. അതപ്പം ഏതോ മാടമ്പുളിയും റിസർച്ച് ഒക്കെ പറഞ്ഞിട്ട് ഒളി നോക്കിയിട്ട് അതിനധിഷ്ടമായിട്ട് ഈ സെയിം ഈ വഴി ഇങ്ങനെ കിടക്കണേ, ഒരു കാറ്റപ്പൾട്ട് പോലെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ വഴി. അതിനിടയിൽ ഒരു ചുരുക്ക്, ലൂപ്പ് ഹോള്. ഞാൻ മര്യാദയ്ക്ക് അതിൽ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഒരു കാറ്റപ്പൾട്ട് പോലെ ഈ വഴി. നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിക്കോ, ഇങ്ങനെയാ വഴി കിടക്കണേ. ഒരു സി ഷേപ്പാ, കാറ്റപ്പൾട്ട് ഷേപ്പിൽ കിടക്കണത്. അതിൻ്റെ ഇവിടെ ലൂപ്പ് നീളത്തിൽ ഇങ്ങനെ കിടക്കണത്. എന്നിട്ട് മനസ്സിലാക്കുന്ന മുതലില്ല. എന്നിട്ട് ഒളിഞ്ഞ് നോക്കിയിട്ട് ഞാൻ ഇവിടെ ഞങ്ങൾക്ക് ഓർമ്മയില്ല എന്തുണ്ടായത്. ഞാൻ എന്തെങ്കിലും നൂര ചിതറി, വായന ചിതറി, ചോര ഛർദ്ദിച്ച് ഉരുണ്ട് വീണ് ബോധം കെട്ട് വീണാൽ പോലും നിങ്ങൾ അന്വേഷിച്ചു വരില്ലേ? നിങ്ങളുടെ ചിന്തഭാരം കൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടാണ്ട് ഞാൻ ആവശ്യപ്പെട്ട പോലെ ശരി ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് അത് ഇങ്ങനെയല്ലേ പറഞ്ഞേ, ശരി ഞാൻ വരാട്ടാ, നല്ല രീതി വരാം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ വരെ നിങ്ങൾക്ക് ഉള്ളിൽ ദണ്ണാണ്. അതിൽ വരെ നിങ്ങൾക്ക് ഉള്ളിലൊരു കൊള്ളന്താണ് നിങ്ങൾക്ക്. എന്നുവെച്ചാൽ നിങ്ങൾ കുടിച്ചിട്ട് അകടിച്ചിറക്കാൻ കാരണം എല്ലാം അറിഞ്ഞിട്ട് പറയണമെന്ന് അത് മനസ്സിലാക്കാൻ പറ്റണല്ലേ. ഈ ഡ്രഗ്സ് അഡിക്സ് നടന്നവരെയും ഡിപ്പെൻഡ് ചെയ്ത് നിന്റെ പോലെ ഡ്രഗ് അഡിക്ട്സിനെ ഞാനാണെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുകയില്ല.
പിന്നെ എന്തിനാ ഡ്രഗ് അടിച്ച് നടക്കുന്ന ശോഭന എല്ലാത്തിനും കൊണ്ട് രേവതി ഉണ്ടല്ലോ, ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു പണ്ട് ഒരു ദിവസമൊക്കെ പറഞ്ഞത്, ഈ പെണ്ണുമ്പോൾ ഡ്രഗ് അടിച്ച് ഇരിക്കുന്നുണ്ട് വീട്ടിൽ, അതിനകത്ത് എന്നിട്ടും അതുവരെ ഈ ന്യൂസുകാരെ അവഗണിച്ചു. എന്തുകൊണ്ട്? ഈ ന്യൂസ് വായിക്കണ എല്ലാ അഭിരാമിയും കുബിരാമിയും ഇമ്രാനും എല്ലാവരും ഡ്രഗ് അടിച്ച് നടക്കണവരാണ്. എന്തുകൊണ്ട്? ചിന്തഭാരം കൂടിയിട്ട് എപ്പോഴും ന്യൂസ് വരെ പറഞ്ഞോണ്ടിരിക്കണേ ബട 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 ബടാന്ന്. വീട്ടിൽ എന്നിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം അവര്. പിന്നെ ഈ രേവതിനെ കൊണ്ട് ജയിലിടാൻ പറ്റില്ല അവർക്ക്. അന്നത്തെ ഓരോ ചിന്ത നാച്ചുറൽ ആയിട്ട് വന്നതിനെ കൃത്രിമം കാണിച്ച് ശിഖണ്ഡികൾ ആരാച്ച് സ്വന്തം പേരും ബർത്ത്ഡേറ്റും അല്ലാണ്ട് പറയിപ്പിച്ച് പറഞ്ഞതിനൊക്കെ ഓർത്തോർത്തുണ്ടല്ലോ വീട്ടിൽ ഡ്രഗ് അടിച്ചിരിക്കുന്നുണ്ട്. അത് മോന്ത കണ്ടറിയാം. അപ്പോഴത്തെ മോന്തയല്ല ഇപ്പോഴത്തെ മോന്ത. അതാണ് മുമ്പ് അവർ ശരിക്കും കുറച്ച് ശരിക്കുള്ള പറഞ്ഞുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ മോന്ത വ്യത്യാസം ഉണ്ട് അവരുടെ. ചെന്ന് നോക്കാം അവർ വീട്ടിൽ എന്താ ചെയ്യണേന്ന്. എന്നിട്ടോ ഓരോ കൃത്രിമം, വീണ്ടും കൃത്രിമം. രേവതിക്ക് ശരി അതൊക്കെ കുറച്ചുകൂടി ഒരു ഒഴുക്കോടെ വന്നിട്ടുണ്ട്. ഒരു 2000 വരെ, 91 തൊട്ട് 2005 വരെയെങ്കിലും, 2015 വരെയെങ്കിലും. പിന്നെ ഒരു കാവ്യമാധവനെ കൊണ്ട് കയറ്റി വെച്ച് അതിൻ്റെ ഉള്ളിൽ എല്ലാവരും ആ സിനിമ കണ്ടിട്ട് കിലുക്കം. ആ സിനിമ കണ്ടിട്ട് എല്ലാവരും ഛർദ്ദിച്ച് ചാവാതിരുന്നത് ഭാഗ്യം. എന്നിട്ട് ഈ കാവ്യമാധവൻ പിന്നെ മേഡവും പൾസർ സുനിയും ഭാവനനെ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് വേറെ ഫേക്ക് ന്യൂസ്. ദിലീപിന്റെ 2017 സെക്കൻഡ് ടൈം ബാംഗ്ലൂരിൽ പോണ മുമ്പ്. വൃത്തികെട്ട സ്ഥലമാണെങ്കിൽ, ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലമാണെങ്കിൽ. എന്തിനാണ് ഈ കൃത്രിമത്തിന് വിശ്വസിക്കുക? കൃത്രിമത്തിന് വിശ്വസിച്ചാൽ നിങ്ങൾ ഡ്രഗ് അടിച്ച് ഇല്ലാണ്ടാവാന്നല്ലാണ്ട് വേറെ വല്ല ഉണ്ടാ ശിഖണ്ഡികൾ അരച്ചാണ് എന്നിട്ട്. ശരിക്കുള്ള കാര്യം പറയുമ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. പിന്നെ ആ തീട്ട BJP, തീട്ട സുരേഷ് ഗോപി, ഇതന്നെ ഓരോ തീട്ടങ്ങളുടെ BJPയുടെ കുണ്ടിയും തലയും കൂടെ കയറ്റി വെച്ചിരിക്കുകയാണ്. മൂട് മണത്തിരുന്നാലും അവിടെ ഫേസ് മണത്ത് വമിച്ചാലും ഇതെല്ലാം പൊക്കി പിടിച്ചിരിക്കും. ചോരക്കാനും കൂരുക്കാനും ശിഖണ്ഡികളെ അരച്ച് മാമുകോയകളും എല്ലാം തന്നെ സ്വന്തം പേര് കൂടിയല്ല അവരുടെ, സ്വന്തം ബർത്ത് ഡേറ്റും എല്ലാം ആരും പറയിപ്പിച്ച് പറയും. ഞാൻ പറഞ്ഞത് ഇന്ന് റെക്കോർഡ് ചെയ്യണേ ഒരു കുഴപ്പമില്ല. കിട്ടേണ്ട നേരത്തെ കിട്ടി കഴിഞ്ഞാലോ എല്ലാത്തിനും കുറച്ചുകൂടി മനസ്സിലാവും. ഡ്രഗ് അടിച്ച് നടന്നത് എല്ലാവരും ഇല്ലാണ്ടാവണവർ ഇല്ലാണ്ടാവും ചെയ്യും. എല്ലാം വിപരീത ചെയ്യാന്ന്. അതാ പറഞ്ഞ ബോധിപ്പിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ബോധിപ്പിക്കേണ്ടത് എപ്പോഴേ അതിനായിട്ട് അങ്ങനെ തന്നെയാണ് വന്നേക്കണേ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഹിന്ദി കുട്ടികൾ തന്നെ പറയുന്നതാണ് ഹിന്ദു മലയാളി MDMA, മലയാളി പാൻപരാഗ് എല്ലാം ഒരു ഗ്രൂപ്പിൽ ചടഞ്ഞു കൂടിയിരിക്കുന്നുണ്ട്. ഹിന്ദിക്കാരോട് വരെ മലയാളി MDMA അവർ പറയണ്ട ഈ വളി വിട്ടെന്ന് അവർ എക്സ്ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്താ കാര്യം? പിന്നെയും ഞാൻ പറഞ്ഞു ഈ പുതിയതിനെ കാണാന്ന് പറഞ്ഞാൽ പുതിയത് 97 എന്ന് പറഞ്ഞാൽ 1957 അതൊന്നുമല്ല, പഴയതല്ല. അപ്പോൾ അതാ പറഞ്ഞാൽ നിങ്ങളുടെ ഒരു തരം പഴമയുണ്ടല്ലോ. 37 വയസ്സാണെങ്കിലും 28 വയസ്സാണെങ്കിലും നിങ്ങൾക്ക് ഒരു 78 വയസ്സ് തോന്നിക്കണ കുടവയറും പെട്ടതലയും മൂത്രതടസ്സം അണ്ടിയും കൊണ്ട് ശവപ്പെട്ടിയിൽ കുഴിച്ചും കൂടാൻ നിങ്ങളെ തന്നെ ഇങ്ങനെ നിരക്കി നീങ്ങിയിട്ട് കാര്യമില്ലാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറയുന്നത് പുതിയത് കഴിഞ്ഞിട്ട് കൊറോണയൊക്കെ വന്നു കഴിഞ്ഞിട്ട് അത് 2000 കഴിഞ്ഞിട്ട് വരും ഒക്കെ അവർക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ വെറുതെ പറയുന്നില്ല. നിങ്ങളിപ്പോഴും പഴകിയത് 1957 ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് 1947 കഴിഞ്ഞിട്ട് എല്ലാ പുരോഗമനം വന്നതിനെ AI-യും ഡിജിറ്റലും കമ്പ്യൂട്ടറും നിങ്ങൾ ജനിച്ചതിൻ്റെ 10 വർഷത്തിൻ്റെ തികയണ മുമ്പ് 1947 തൊട്ടാ ഇൻഡിപെൻഡൻസ് 1957 1968 1962 സമയത്ത് ഇറങ്ങിയാനല്ല. AI-യും പറക്കണ സ്കൂട്ടറുകളും പറക്കണ എല്ലാ വക ഇവിടെ ഫോറിൻ ഫുഡുകളും എല്ലാം ഇവിടെ ആ സമയത്ത് ഇറങ്ങിയാനേ. ഇപ്പോൾ 1970 1965 1957 1948 അപ്പം ഇറങ്ങിയാനേ. എന്തുകൊണ്ട് ഈ സമയത്ത് ഇറങ്ങി? എന്തുകൊണ്ടാണ്? ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ആർക്ക് വേണ്ടി എന്ത് ചെയ്ത് കിട്ടിയാലാണ് അതൊന്ന് പരക്കാം. ഇപ്പോൾ ഫെസ്റ്റൺ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, ഷോർട്സ് വാക്കുകൾ പറയരുത്, ഷോർട്സ് കഴിക്കാണ്ട് വിവാഹത്തിന് ഉടപടിക്കുന്ന സ്പിരിച്വൽ റൈഡ് എന്തും അതെങ്ങനെയാണ് വരണേ? നിങ്ങളുടെ പഴകിയത് ഇവിടെ പണ്ട് പുതിയ വലിയ ബിൽഡിങ്സ് ഒന്നുമില്ല. പണ്ട് ഓടിട്ട് എന്തെങ്കിലും കാണാൻ വല്ല രസവും അച്ചാറും ചോറ് കഴിച്ച ആ സമയത്ത് അത് വേറൊരു സമയമാണ് പഴകിയത്. അതുകൊണ്ട് തന്നെ പറയണേ. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞ് ഞാൻ വരാം, ഞാൻ പ്രശ്നം വരാൻ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ ആവശ്യപ്പെടാണ്ട്. ഇത് ശരിക്കുള്ള കാര്യമല്ലേ പറയണേ. അത് പഴകിയതെന്ന് പറയണതുകൊണ്ടല്ലേ. നിങ്ങളുടെ പോലെ കുടിച്ചിലാക്കുന്ന വിവരമില്ലാണ്ട് കുടിച്ചിലാക്കടിച്ച് നടന്നോട്ടെ, ചത്തോട്ടെ, ആർക്ക് വേണം? അങ്ങനെയാണോ പറയാൻ? കുടിച്ചിലാക്കടിച്ച് നടന്നോട്ടെ, ആർക്ക് വേണം? അങ്ങനെയാണോ പറയാൻ? അല്ല.
അപ്പൊ നിങ്ങൾ പറയണ വാക്കുകൾ നിങ്ങൾ തമ്മിൽ എങ്ങനെ നിങ്ങൾ ആർക്ക് വേണം കുടിച്ചിട്ട് കടിച്ച് നടന്നോട്ടെ അങ്ങനെയല്ലേ പറയാം. ഇത് നേരെ അതിനുള്ള ശരിക്കുള്ള കാര്യം പറയണേ, വിപരീതമല്ല പറയണേ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഇപ്പോഴത്തെ 97 പറയും ഇപ്പൊ തൊട്ട് തുടങ്ങി 2000 പെട്ടെന്ന് വരും AI എന്ന് പടപട നിങ്ങൾ നോക്ക് 95 തൊട്ട് കമ്പ്യൂട്ടർ എല്ലാം കൂടി ചകഞ്ഞ് എഗാലക്സ് ബിസിനസ്സും എല്ലാം പുതിയ വലിയ ശോഭ സിറ്റി സ്കൈലൈൻ ഇതൊക്കെ അന്ന് 95 97 2000 2005 തൊട്ടാണ് വന്നായിരുന്നു. സ്കൈലൈനും കുയിലൈനൊന്നും പണ്ടുണ്ടായിരുന്നില്ല. അതുപോലെ വല്ല ബർഗറും എല്ലാ KFC ആദ്യം കേട്ടോ, എല്ലാ നൂഡിൽസും ചൈനീസ് എല്ലാം പെട്ടെന്ന് കയറി വന്നു അവിടെ. കേരളയിൽ പ്രത്യേകിച്ച് ഗോവയിലത്തെ വന്ന് അവർക്ക് ടൂറിസ്റ്റുകൾക്ക് അവിടെ വേണം. അതിൻ്റെയൊക്കെ ഇങ്ങോട്ട് വന്നത് എവിടുന്ന ആൾക്കാർ വരണേ മനസ്സിലാക്കാൻ പഠിക്കാൻ. അതുകൊണ്ട് എന്നോട് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുമ്പോൾ വേറെ എല്ലാവരെ കുറിച്ചല്ല ചോദിക്കേണ്ടത്. അപ്പോൾ അതുപോലെ AI ജോബ് ഡിജിറ്റല് ബാക്കി വീഡിയോ ഗെയിംസ് മറ്റേ മൊബൈൽ ഒരു കിട്ടും. അതുപോലത്തെ കുറേ ലീഗോ ഗെയിംസ് അങ്ങനത്തെ കുറേയൊക്കെ പുരോഗമനം കളറുള്ള കാര്യങ്ങൾ 91 തൊട്ടുള്ള സിനിമകളൊക്കെ പെട്ടെന്ന് ഇവിടെ വന്നത് ഡിജിറ്റലൈസേഷൻ ATM അല്ലെങ്കിൽ ഡിജിറ്റൽ വേറെ ടൈപ്പുള്ള ട്രാപ്പ് അങ്ങനത്തെ ഫാക്സ് അല്ലാണ്ട് വേറെ ടൈപ്പിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് 1 മിനിറ്റ് 1 സെക്കൻഡ് കഴിഞ്ഞാൽ അവിടെ അമേരിക്കയിലെത്തും, ഇവിടെ മെസ്സേജ് അവിടെ എത്തും. അപ്പോൾ അങ്ങനത്തെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വന്നത് വേറെ ഒരു സമയത്ത് വന്നത് 97 തൊട്ടാണെങ്കിൽ 2005. അതൊക്കെ ഓരോ സമയത്ത് ഓരോ ഒരു ചേഞ്ച് പറഞ്ഞ ഒരാൾ കണ്ടിട്ട് 2000 ഡയാന ഹാരി വില്യംസിൻ്റെ അമ്മ 97 ഓഗസ്റ്റ് 31 മരിക്കുന്നത്. അതാണ് 2001 9/11 വേൾഡ് ട്രേഡ് സെൻറ്റർ സുനാമി വരുന്നതൊക്കെ അതൊക്കെ പെട്ടെന്ന് ഇന്ത്യയിലും വരുന്നതും എല്ലാം പ്രത്യേക രീതിയിൽ വരുന്നത് നാച്ചുറലായിട്ട് വരുന്നതും ആ ഡിജിറ്റലൈസേഷനും എല്ലാം കൂടി കൂട്ടി കലർന്ന് വരണ രീതി വരുന്നത് പെട്ടെന്ന് ചേഞ്ചസ് നടത്തുമെന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം നിങ്ങൾ വിപരീതം ചെയ്തുകൊണ്ടിരുന്നാൽ മാറാണ്ട് ഈ ബൈബിളിൽ വിപരീതം ചെയ്താൽ നിങ്ങളുടെ തെറ്റല്ലേ? അതുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ഹിന്ദു തെറ്റാണ്, ക്രിസ്ത്യാനിറ്റിക്ക് വിപരീതം ചെയ്യണം, മുസ്ലിമും റോം കാത്തലിക് തെറ്റാണ്, അല്ലാണ്ട് തമ്മിൽ അടികൂടാൻ ഞാൻ പറഞ്ഞ പറയണ രീതി എന്താ മനസ്സിലാക്കാൻ പഠിക്കണം. വെട്ടി തമ്മിൽ അടികൂടാനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും പറഞ്ഞ് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, സോഷ്യൽ വാക്കുകൾ പറയരുത്, സോഷ്യൽ കഴിക്കണ്ട, വിവാഹത്തിന് ഉടമ്പടിയില്ല, സ്പിരിച്വൽ പ്രൈഡ് ക്രിസ്ത്യാനിറ്റിയിലെ വരണേ. അത് പറയുമ്പോൾ ഞാൻ അടി കൂടുന്ന കാര്യം എവിടെയാണ് പറയണത് അവിടെ? അങ്ങനെ ഞാനും ആളും പരിചയം തോക്കൊക്കെ പഠിച്ച് ചെയ്യില്ല. ഞാൻ പറയണ രീതി നോക്ക്. ഇത് ഞാൻ ഇങ്ങനെ വേറെ വല്ല സീച്ചറോയി പറയണ പോലെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്താവും? ഞാൻ പറയട്ട് അത് മേടിച്ച് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ആത്മഹത്യ ചെയ്യണവർ ചെയ്യണോ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി. ഞാൻ 112 വയസ്സ് വരെ ഉണ്ടാവും. അത് ഉണ്ടാവും തന്നെ ചെയ്യും. നീയൊക്കെ എവിടെ നേരുന്നു കൂട്ടി വിപരീതം ചെയ്ത് ചത്തു കഴിഞ്ഞാലും അതെനിക്ക് കേസില്ല. നീ ചിലപ്പോൾ അതിന് മുമ്പ് ചത്തുണ്ടാവും, പക്ഷെ ഞാൻ ഉണ്ടാവും. എങ്ങനെയാണ് മുസ്ലിംസ് മാമക്കോയൻ പറഞ്ഞിരിക്കണം? നീ ഇപ്പോഴും മുസ്ലിംസ് സ്വന്തം പേരും ബർത്ത് റേറ്റ് ആണോ അവരുടെ പറയിപ്പിച്ച് പറഞ്ഞേ? കൃത്രിമം കാണിക്കണം. പോലീസും കള്ളന്മാരുടെ വേഷമല്ലേ അവർ കിട്ടണേ? അവർ കാണിക്കുന്നത് കുറെ ഗുട്ക കഴിച്ച് അടി കൂടുന്നത്. ഇപ്പൊ തന്നെ ഞാൻ എന്താ പറഞ്ഞു തരുന്നേ? എടാ നിന്റെ പഴകിയത് എങ്ങനെയാണ് പുതിയതാവണേ? പുതിയ പിള്ളേർക്ക് പ്രത്യേകത ഉണ്ട്. പ്രത്യേകിച്ച് കൊറോണ കഴിഞ്ഞിട്ട് എല്ലാത്തിലെയും വേൾഡ് മൊത്തം ഒരു സാധനം കയ്യിൽ കയറിയിരിക്കുന്നത് കൊറോണയുടെ പോലെ. കൊറോണ എന്ന് പറഞ്ഞാൽ ക്രൗൺ എന്നാണ് അർത്ഥം. കൊറോണയുടെ മീനിങ് എന്താ? ക്രൗൺ എന്നാണ്. ബൈബിളിൽ എപ്പോഴും പറയും ക്രൗൺ ഓഫ് ഇറ്റേണൽ ലൈഫ് എന്നാ പറയാം. ബൈബിൾ 2000 വർഷം മുമ്പ് ഇങ്ങനെ എഴുതി വെച്ചാണ് ക്രൗൺ ഓഫ് ഇറ്റേണൽ ലൈഫ്. പണ്ട് മേശയുടെ സമയത്ത് പറഞ്ഞാണ് ക്രൗൺ ഓഫ് ഇറ്റേണൽ ലൈഫ് എല്ലാവർക്കും കിട്ടും, ലോകം എല്ലാവർക്കും കിട്ടുമെന്ന് പറഞ്ഞാണ്. അതിൻ്റെ ഇടയിൽ പിഴവ് സംഭവിച്ചാൽ കുറേ എണ്ണം കിട്ടില്ലാണ്ടാവും. 300 വർഷം നീട്ടി കിട്ടണം. അല്ല ഗ്രേറ്റർ 400 ഇയേഴ്സ് ജീവിക്കണവരില്ലേ? ഒരു 2 ബില്യൺ കിട്ടിയാലും കുഴപ്പമില്ല. 30 ബില്യൺ പേർക്ക് കിട്ടണമെന്നില്ല. 2 ബില്യൺ എന്ന് പറഞ്ഞാൽ 2 പേരെന്നാണോ? അല്ല. അപ്പം ഞാൻ പറഞ്ഞ അതിൽ ബൈബിൾ എന്താ ലാസ്റ്റിൽ എഴുതിക്കണേ? എല്ലാവർക്കും ക്രൗൺ ഓഫ് ഇറ്റേണൽ ലൈഫ് എന്ന് കിട്ടുന്ന പറയണേ. അതുകൊണ്ട് മുന്നോടിയാണ് പഴയ സിനിമയിൽ പുതിയതിൻ്റെ ഇടയിൽ കുറേ സിനിമകൾ കൃത്രിമമായിട്ട് കാണിച്ചത്. ക്രൗൺ ഓഫ് ഇറ്റേണൽ ലൈഫ് ബൈബിൾ 2000 വർഷം മുമ്പ് എഴുതിയതാണോ 10 വർഷം മുമ്പ് കൃത്രിമം കാണിക്കുന്നത് ആരെങ്കിലും? 2000 വർഷം മുമ്പ് ക്രൗൺ ഓഫ് ഇറ്റേണൽ ലൈഫ്. പണ്ടത്തെ പോലെ പുതിയതിലേക്ക് ആൽഫയും ഒമേഗയും തമ്മിൽ കണക്ഷൻ അത് വരും. ക്രൗൺ ഓഫ് ഇറ്റേണൽ ലൈഫ് വരും. ഇവിടെ ആരെയും കാശ് മേടിക്കണം ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു കൊറോണ എന്ന് പറഞ്ഞാൽ എല്ലാവരും കെട്ടിക്കുന്നത് ഇപ്പം എല്ലാവരുടെ ശരീരത്തിലുള്ളത് ക്രൗൺ ആണ്. നിത്യജീവന്റെ കാര്യം മനസ്സിലാക്കാനുള്ള ബോധം കാണിക്കും. അല്ലെങ്കിൽ ബോധമില്ലാത്ത പോലെ വിഡിത്തം ഡ്രഗ് അടിച്ച് നടക്കണവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ എന്തെങ്കിലും ഡ്രഗ് അടിച്ച് നടക്കണവർ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ അടികൂടാൻ ഞാൻ പറയുന്നത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ്. ഹിന്ദു മുസ്ലിം മാതാപിതാക്കൾ പറയില്ലേ നീ ചെയ്യുന്ന തെറ്റാണ്, അത് മാറ്, സ്ട്രെങ്ത് ആയിട്ട് വേറെ കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് അടി കൂടി നടക്കാനല്ല ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധമല്ലേ? നീക്കും ഇത്ര പഴകിയതായിട്ടും 78 68 വയസ്സായിട്ടും 37 വയസ്സായിട്ടും 78 വയസ്സായവരുടെ കുടവയറും പെട്ടതലയും കൊണ്ട് സോഡയും കുടിച്ച് കുടവയറും പിടിച്ച് എഴുന്ന് കൂടി ചത്ത് കഴിഞ്ഞാൽ ആർക്കാ തണ്ണം? നിങ്ങളുടെ കാര്യം പോയി.
ഇത്രയ്ക്ക് ബോധമില്ലാണ്ട് എന്തുകൊണ്ട് നടക്കണം എനിക്കാനറിയില്ല. അവിടെ ശിഖണ്ഡി ശിവനെ ആരെങ്കിലും ആരാധിക്കുമോ? അതൊരു നശ്വരമായൊരു ഇതല്ലേ, ഒരു മനുഷ്യ ഒരു സ്വാമി എന്നിട്ട് തന്നെ പറയേണ്ടത്. അതെങ്ങനെ ഇത് ഫുള്ള് സൃഷ്ടിക്കണത്? അതന്നെ ശിവന് എല്ലായിടത്തും എല്ലാ കുടിച്ച് പ്രകടിച്ചവർക്ക് ഒരു ശാപം അത് വിഷ്ണുവെല്ലാം. പിന്നെ ഇങ്ങനെ ദൈവമാണ്. മുസ്ലിംസ് ശിവനെ ആരാധിച്ചിട്ടല്ല സ്വന്തം പേര് പുറത്തേക്ക് മാറ്റം ഷൂർഖാനും മാമുക്കായും സ്വന്തം പേര് പുറത്തേക്ക് എല്ലാവരും പറയിപ്പിച്ച് പറയുന്നത്. ഡ്രഗടിച്ച് കൈയടിക്കുന്നത് എങ്ങനെ? ചെടുകൾ മന്ദബുദ്ധികളെ ഇങ്ങനെ ദൈവമാണ്. അത് ഹിന്ദു മുസ്ലിം റോമൻ അത് തെറ്റാണ്, അത് മാറ്. ശരിക്കുള്ള ക്രിസ്ത്യാനിറ്റി റിലീജിയൻ അല്ല. പിന്നെ ഞാൻ പറയാം ക്രിസ്ത്യാനിറ്റിക്ക് മാറാൻ ഇത്രയ്ക്ക് സ്വന്തമായിട്ട് തോന്നണവർക്ക് അത് പറ്റില്ല. ക്രിസ്ത്യാനിറ്റി റിലീജിയൻ അല്ല. ഹിന്ദി കുട്ടികൾ ക്രിസ്ത്യാനിറ്റി വല്ല പെടോ? അവർ ശിഖണ്ഡിയിൽ ആരാധിക്കണവരല്ലേ. ഹിന്ദി കുട്ക, മലയാളി MDMA, മലയാളി പാൻപരാഗ്, ഹിന്ദുവിലെ യു മാറ്റാൻ ഹിന്ദി അത് ഞാൻ പെടണല്ലേ. പിന്നെ എന്തിനാ അങ്ങനെയാണ്? ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു കൊറോണ വന്നതിനൊരു പ്രത്യേകത ഉണ്ട്. അതൊരു പ്രത്യേകത തന്നെയാണ്. നിങ്ങളുടെ പഴകിയത് ഒരിക്കലും പുതിയതാവില്ല. അതിനനുസരിച്ച് ഞാൻ പറയണത് അല്ലേ. ഇവിടെ ഞാൻ കാണിക്കുന്നത് ചിലപ്പോൾ ഇവിടെ ഇതിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചാണ്. ഇത് ഞാൻ എൻ്റെ റെഡ് കളർ ഇങ്ങനെ കാണുന്നത് വീഡിയോയിൽ ബ്ലഡിന്റെ കളറാണ് അല്ലേ. സ്കിന്നിന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് സ്കിന്നിന്റെ കളർ ബ്ലഡ് കാണുന്നത്. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടെ ആരെയും പറയിപ്പിക്കണ്ട. ആരെയും എന്നോട് പറയിപ്പിച്ച് ഞാൻ പറയണ്ട. അവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ മുഖം മമിച്ച് വളവിട്ടമാണോ ഇങ്ങനെ ഉള്ള കാര്യം പറയാൻ പറ്റും. അത് വേറെ എന്തെങ്കിലും ചോദിച്ച് ഉള്ള കാര്യം പറയാൻ പറ്റണല്ലോ. എന്നിട്ട് വേറെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയേണ്ടത്? നിങ്ങളുടെ കൂടെ ആത്മഹത്യ ചെയ്തവർ പറയോ? റോമൻ കാത്തലിക്, ഹിന്ദുസ്, മുസ്ലിംസ്, പെണ്ണന്മാര് ഇതൊക്കെ ശിഖണ്ഡികൾ ആരക്കണവരല്ലേ. ഇവരത് പറയോ? അത് കുടിച്ചിട്ട് അകടിച്ച് ചത്തോ അങ്ങനെയല്ലേ പറയാ. തമ്മിലായിരുന്നു കുട്ടി വാങ്ങി കൊടുക്കാൻ അങ്ങനെയല്ലേ പറയാവര്. അത് നിങ്ങൾ പഴകിയത് മാറ്റിയിട്ട് പുതിയതാക്കാനാണ് ഹിന്ദുസ് മുസ്ലിംസ് റോമൻ തെറ്റാണ് ചെയ്യുന്നത്, വിപരീതം. അപ്പൊ അതിനുള്ള ചടിച്ച് അത് അപ്പോ ഇതിപ്പോ എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ആ തോൽവി ആയിരുന്നില്ല. അന്നും ജയം ഇന്നും ജയം. അതിനനുസരിച്ച് പറയണം. ജയം മലയാളം ഏത് ഭാഷക്കാരുമാണ് സംസാരിക്കും. അവർ ഹിന്ദുസും ഹിന്ദിയുമാവണമെന്നില്ല, ഗുഡ് കഴിക്കണവരാവണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ പോലെ തന്നെ നിങ്ങൾ പഞ്ഞാണ് ഞാനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവിടെ. അത് മനസ്സിലാക്കാൻ പഠിക്കും. ഒരു കാര്യം ചെയ്യുമ്പോൾ ആ രീതിയിൽ പോകണമെന്ന് മനസ്സിലാക്കാൻ പഠിക്കും. കറക്റ്റ് രീതിയിൽ സ്ട്രെങ്ത് വേല്. അതുകൊണ്ട് ഇപ്പോഴത്തെ കാര്യം ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതാണോ പിന്നെ വേറെ എന്തെങ്കിലും പറയുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും വേറെ ചെയ്യുന്നത്? ഒരു കാര്യം പറഞ്ഞ നിങ്ങളുടെ മക്കളെ ഒരു പറയൂ ഹിന്ദുസ് മുസ്ലിംസ് തെറ്റാണ്, അതിൽ മാറണം എന്ന് പറയുന്നത് തമ്മിൽ അടികൂടി ആയിരുന്നു കുട്ടി ചത്തോന്നല്ല പറയുന്നത്. ആരവിടെ പറഞ്ഞായിരുന്നു കുട്ടി ചാവാൻ? അത് നിങ്ങളുടെ മനസ്ഥിതി, നിങ്ങളുടെ പഴകിയ വിവരമില്ലായ്മ. ഒരു ട്രംപ് ഇട്ട് അവിടെ പഴകിയത് ഞാൻ ആലോചിക്കും. വയസ്സായി 68 വയസ്സായി 78 അവൻ അങ്ങനെയാണ് അവൻ പറഞ്ഞത്. അടികൂടാൻ അവൻ പറഞ്ഞത്. നമുക്ക് അടികൂടാ. എന്തിട്ട് അടികൂടാന്? ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധമല്ലേ. കുറെ മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, റോമൻ കാത്തലിക്സ് ഉണ്ട്. ക്രിസ്ത്യാനിറ്റി റിലീജിയൻ അല്ല. പിന്നെ ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനിറ്റിക്ക് മാറുമ്പോൾ സ്വന്തമായിട്ട് തോന്നണം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ ആയിട്ട്. അത് പറ്റില്ല. വീണ്ടും കുടിച്ചിട്ട് കുടിച്ച് ഗുഡ്കയും കഴിച്ചിരിക്കുക. പിന്നെ സ്വയം തോന്നി മാറണമെങ്കിൽ എപ്പോഴേ അവർക്ക് മാറണമായിരുന്നു. അപ്പം അതില്ല അവർക്ക്. അപ്പം പറയേണ്ടത് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാൻ ഞാൻ വളി വിട്ട് ഡ്രഗ് അടിച്ച് നടക്കാനും വന്നിട്ടില്ലേ. പിന്നെ എന്നിട്ട് ഞാൻ അതൊരു തിരിച്ച് പ്രതിഷ്ഠിക്കാൻ സ്നേഹിക്കാൻ സോഷ്യൽ വാക്കിൽ പറയാണ്ട് സ്പിരിച്വൽ ആയിടത്തിനോട് പടി പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് ഇത്രയും ദണ്ണം. നിങ്ങൾ ചെയ്യേണ്ട തെറ്റ് നിങ്ങൾ തമ്മിലായിരുന്നു കൂട്ടി വാങ്ങുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. ഇതിവിടെ ഞാൻ ചെയ്യണമെങ്കിൽ എനിക്ക് എന്താ കുഴപ്പം? എടി വിഡ്ഢികളെ, ഹിന്ദി കുട്ടികളെ ആരെങ്കിലും ഞാൻ പറയും ഡ്രഗ്സ് അടിച്ച സ്ത്രീകളെ കുറച്ച് പേരെ ഞാൻ ആട്ടി ഓടിക്കും. കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഹിന്ദി കുട്ടികളെ ആരെങ്കിലും പറയൂ ഞാൻ ഇല്ലാണെന്ന് ഞാൻ പറയാൻ പോയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് മുഖത്തേക്ക് സംസാരിക്കാൻ പറ്റാത്തത്? അവിടെ വെഡ്ഡികളൊപ്പം നിന്ന് തലയ്ക്ക് സുഖമില്ലാണ്ട് തമ്മിലായിരുന്നു കൂട്ടി വാങ്ങി കൊടുക്കുന്നത് നിങ്ങൾ.
പിന്നെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം. കണ്ടു സ്ട്രക്ചർ കണ്ടാൽ മനസ്സിലായത് അതല്ലാന്ന്. നിങ്ങളുടെ പോലെ പഴകിയ കുടവയറും പെട്ടത്തലയും ഇതൊന്നും അല്ലാന്ന്. പിന്നെയും നിങ്ങൾക്ക് എന്താ ഇത്രയ്ക്ക് ദണ്ണം? ഞങ്ങൾക്ക് ഞാനിവിടെ ഒരു മില്ലി സെക്കൻഡ് 21 സെക്കൻഡ് നല്ല കാര്യങ്ങൾ പറയിപ്പിക്കാണ്ട് സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് ശരിക്കുള്ള പറയണം. ഇതിൻ്റെ ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് അല്ല. അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ എന്തായാലും ക്രിട്ടിസൈസ് ചെയ്യും. അപ്പോൾ അത് പറയും, ക്രിട്ടിസൈസ് അല്ല, ശരിക്കുള്ള കാര്യം. അല്ലാണ്ട് വെറുതെ നിങ്ങൾ മഹാഭാരതം ക്രിട്ടിസൈസ് ചെയ്യണ പോലെയല്ല. തെറ്റിനെ തെറ്റായിട്ട് ശരിയായിട്ട് ക്രിട്ടിസൈസ് ചെയ്യണ പോലെയല്ല. നിങ്ങളുടെ തെറ്റൊരിക്കലും ശരിയാവാൻ പോകണേ ഇല്ല. ശരീനെ തെറ്റാവാതിരിക്കാൻ നോക്കിയാൽ മതി. ശരീനെ നിങ്ങൾ വിപരീതമാക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ 1 മില്ലി സെക്കൻഡ് 20 സെക്കൻഡ് ആരും 20 സെക്കൻഡ് മില്ലി സെക്കൻഡ് അതിനെയും കുറഞ്ഞത് മില്ലി സെക്കൻഡ് പറയണതിനാണ് നിങ്ങൾക്ക് തണ്ണം. ശരിക്കുള്ള കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഡ്രഗ്സ് കുറിച്ച് നടന്ന് തമ്മിലായിരുന്നു കൂട്ടി ധൈര്യം ഇല്ലാണ്ട് സാവുന്ന നിങ്ങൾക്ക് ഇഷ്ടം. അത് കാര്യമില്ലല്ലോ. അതാണ് ആൽഫയും ഒമേഗയും തമ്മിൽ കണക്ഷൻ പറയുമ്പോൾ നിങ്ങൾ വെഡിത്താണ് വിശ്വസിക്കുന്നത്. വെഡിത്താണായിരുന്നു കൂട്ടി വാങ്ങുന്നത്. ഹിന്ദി കുട്ടികളാരും പറയോ? അതുപോലെ മലയാളി പാൻപരാഗ് പറയോ? ഹിന്ദുയുടെ യു മാറ്റിയാണ് ഹിന്ദി അയ്യ്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്തങ്ങനെ നിങ്ങൾ വെഡിത്തം എപ്പോഴും വെഡിത്തന്നായിരുന്നു കുട്ടി വാങ്ങി റിപ്പീറ്റ് ചെയ്യണത് എന്തിനാണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി മാറണം. അതായത് ക്രിസ്ത്യാനിറ്റിക്ക് മാറണ കാര്യമല്ലേ പറഞ്ഞത്. ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് ആയിക്കോട്ടെ, അത് തെറ്റാണെങ്കിൽ അത് തല്ലി ഉടച്ച് ശരിക്കുള്ളതിലേക്ക് മാറ്. അല്ലാണ്ട് അടി കൂടാനല്ലേ പറയണേ. തല്ലി ഉടയ്ക്കാന്ന് പറഞ്ഞാൽ അടി കൂടാന്നാണോ? ഇത്രയ്ക്ക് ബോധല് ശരീനെ കാണ്, പുതിയത് എങ്ങനെ പറയണം അതിനനുസരിച്ച് ചെയ്യും. ഇത്ര നേരം അത് ഞാൻ പറഞ്ഞത് അതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പം പറയണത്. പിന്നെ മുസ്ലിംസിലെ ഇവിടെ ഡാഡിയും ഇതൊക്കെ വരണേ. മുസ്ലിംസ് വേറെ രീതിയിൽ 5 അടി 6 ഇഞ്ചുള്ള പല രീതിയിൽ വൃത്തികെട്ട രീതിയിൽ ഇരന്ന് കുട്ടി നിരങ്ങി നീങ്ങിയവരാണ്. എൻ്റെ വളർച്ച ശരിക്കും തഴച്ച് വളർന്നതാണ്. തഴച്ച് വളർന്നത് അതുപോലെ തന്നെ നിൽക്കും. പക്ഷെ കുറെ കഴിഞ്ഞാൽ വയസ്സായ എന്തായാലും ശോഷിച്ച് പോകും. വയസ്സായ തവലി പോലെ. പക്ഷെ കിട്ടാനുള്ളത് എല്ലാവർക്കും കിട്ടി കഴിഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. അതങ്ങനെ തന്നെയാണ്. ഒരു കാര്യം 300 വർഷം ഗ്രേറ്റർ ദാൻ 300 ഇയേഴ്സ് വരെ ജീവിക്കണ രീതി വരുമ്പോൾ നിത്യജീവൻ വരുമ്പോഴാണ് ആ ക്രൗൺ ഓഫ് നിത്യജീവന് ഒരു പുതുതായിട്ടുള്ള ഡിറൈവേറ്റീവ് ഇംഗ്ലീഷ് വേർഡ് പോയിക്കണമെന്നുള്ളൂ. ക്രൗൺ ഓഫ് നിത്യജീവൻ, ക്രൗൺ ഓഫ് ഇറ്റേണൽ ലൈഫിൻ്റെ ഒരു പുതുമ വരുന്നത് അപ്പോഴാണ്. ഗ്രേറ്റർ ദാൻ 300 വയസ്സ് വരെ ജീവിക്കാൻ ഇപ്പോഴത്തെ പിള്ളേർക്ക് അല്ലെങ്കിൽ അതിനനുസരിച്ച് കിട്ടാൻ നിൽക്കുമ്പോഴാണ് അത് പൂവണിയുള്ളൂ എന്ന് പറയുന്നത്. പൂവണിയാ ഫലിക്കുള്ളൂ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആരോട് അടികൂടാൻ പറഞ്ഞിട്ടില്ലേ? അയ്യേ നിങ്ങളുടെ സങ്കോചിതമായ മനസ്ഥിതി നേരെങ്കിൽ നീങ്ങളൊന്നും അവസാനിപ്പിച്ചിട്ട് വികസിക്കാൻ പഠിക്കുക. അത് എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ശരിക്കുള്ള കാര്യം പറയുമ്പോൾ മനസ്സിലാക്കുക. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ധൈര്യം ഇല്ലാത്തവർ ഇതൊന്നും പറയില്ല. പിന്നെ മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും മാതാപിതാക്കൾ വേറെ ഉണ്ടാവും. അവർ മാതാപിതാക്കൾ തെറ്റ് മായ്ച്ച് തല്ലി ഉടയ്ക്കാണ്ടോ അവർ പറയണേ തെറ്റിലേക്ക് പോകരുതെന്ന്. പക്ഷെ അവർ ഓരോ വിഡിത്തം കഥാപാത്രം എന്നിട്ടാണ് അമർചിത്രത തെറ്റിന് വിശ്വസിച്ചിട്ട് പറയണേ തെറ്റിലേക്ക് പോകരുത്. പക്ഷെ ആ തെറ്റിലേക്ക് പോകരുത് പറയുന്നത് തെറ്റിലേക്ക് പോയിക്കോന്ന് കൂടി അവർക്ക് അർത്ഥമുണ്ട്. അത് സമാധാനമില്ലാത്ത തെറ്റിലേക്ക് പോകരുതെന്ന് പറയണ രീതിയാണ്. അതാ പറയണേ നിങ്ങളുടെ വിഡ്ഢി നന്മ കാണിച്ചിട്ട് കാര്യമില്ലാന്ന്. മാതാപിതാക്കൾ പറയുന്നത് ശ്രദ്ധിക്കുക. അവർ അമർചിത്രതയും വിശ്വസിച്ച് നിരീശ്വരവാദത്തിന് സപ്പോർട്ട് കൊടുത്തിട്ട് ആ തെറ്റിലേക്ക് പോരുതെന്നുള്ള തെറ്റിലേക്ക് പോയിക്കടെന്നുള്ള രീതി കുടിച്ചിറകടിച്ച് തമ്മിൽ എരുന്നൂട്ടി വാങ്ങി കൊടുത്തോന്ന് വേറെ രീതിയിൽ പറയുന്നതാണോ എന്ന് മനസ്സിലാക്കുക. അപ്പം അതാ പറയണം മാതാപിതാക്കൾ പറയണ തെറ്റ് മുസ്ലിംസ് ഹിന്ദുസ് റോമൻ കാത്തലിക്സ് പറയുന്നത് ആപ്പാടെ വിശ്വസിക്കരുത്. നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് വേണം. നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇതിൽ ആ രീതിയിൽ പോകണം. അത് അന്ന് തൊട്ട് എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ അതിനെയാണ് തഴച്ച് വളരാന്ന് പറയാം അല്ലേ. അല്ലാണ്ട് പെട്ടതലയും കുടവയറും പിന്നെ മൂത്രതടസ്സമുള്ള വണ്ടിയും കൊണ്ട് നടന്നിട്ട് ശവപ്പെട്ടിയിൽ ആവാൻ നിരങ്ങി നീങ്ങണ പോലെ അല്ല അത്. അപ്പം പഴകിയത് അനുകരിക്കാതിരിക്കുക. പുതിയതൊരു പ്രത്യേക രീതി വന്നിട്ടുണ്ട്. അപ്പം അതിനെ മനസ്സിലാക്കുക. അയാൾ തെറ്റിലേക്ക് പോരുതെന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ശരിക്കുള്ളവർ പറയുമ്പോഴാണ് അതിന് പൂർണ്ണ അർത്ഥം കൈവരിക്കുന്നത്. ഞാൻ എങ്ങനെയാടാ പിന്നെയും പറയാം. ഞാൻ എങ്ങനെയാടാ ഈ ഹിന്ദി കുട്ടിക്കാവണത്? ഹിന്ദി കൊണ്ടും ഹിന്ദിയും മലയാളി എംഡിഎമ്മിയും പറയിപ്പിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയണുള്ളൂ. നേരിട്ട് വേറെ തൊട്ട് അങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടാ ഇല്ല. ഞാൻ പറയിപ്പിക്കണം. അതാ ഞാൻ ഇവിടെ നിന്ന് പറയിപ്പിച്ചുകൊണ്ടിരിക്കണം എല്ലാവരെയും. ഞാൻ പറയണ ശരി നോക്കാം. നീ എന്നെ ഒന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കുറച്ച് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഘടന സ്നേഹത്തിൻ്റെ ഘടനയുണ്ട്. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, സോഷ്യൽ വാക്കുകൾ പറയേണ്ട സോഷ്യൽ കഴിക്കാണ്ടുള്ള രീതി. പക്ഷെ ഞാൻ തിരിച്ചത് വാക്കാൻ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടോ നോക്കിയാൽ നീ ഇല്ല. അതാണ് ഞാൻ ധൈര്യമായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറയിപ്പിക്കല നീ ഇങ്ങനെ പുതിയവരാണ് അപ്പോൾ അതിന് പറയിപ്പിക്കുക. അപ്പോൾ അവർ പറഞ്ഞോട്ട് ശരി അതിനനുസരിച്ച് അവർ വേറെ സ്ട്രെങ്ത് അതിൻ്റെ രീതിയിൽ വന്നോളും. അത് മനസ്സിലാക്കാൻ പഠിക്കുക എന്താ വരണേന്ന്.
ഇത്രയ്ക്കും ബോധമില്ലാണ്ടിരിക്കുക. അവരെന്ത് ചെയ്താലും ഇല്ലെങ്കിൽ എനിക്കെന്താ, അത് അതുപോലെ തന്നെ എല്ലാവരും താഴ്ച വളരാന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ ഇനി ഹിന്ദുവും ഞാൻ മുസ്ലിം റോമൻ കത്തോലിക് ആവണേ? അവർ കുടിച്ചിട്ടകടിച്ച് തമ്മിൽ കൊല്ലിക്കണവരല്ലേ മെറ്റീരിയലിസം കൊണ്ടിട്ട്, എത്രയും പെട്ടെന്ന് പൊലിഞ്ഞു പോകണം മെറ്റീരിയലിസം കൊണ്ടിട്ട്. അത് മനസ്സിലാക്കാൻ പഠിക്ക്. പിന്നെ നിങ്ങളതിനോട് ശരിക്കുള്ള കാര്യം സംസാരിക്കാത്തത്, ഞാൻ നിങ്ങൾക്ക് അതിനെ കുറിച്ച് എങ്ങനെ അറിയും ചോദിച്ച് വന്ന് അങ്ങനെ ഭീതി ഉണ്ടായിട്ടോ? അതോ എനിക്ക് അങ്ങനെ ഭീതിയൊന്നുമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഞാൻ പറയാനുള്ളത് അങ്ങനെ പറയും. ആരെയാന്ന് ചോദിച്ചാൽ കൂടി നിങ്ങൾ മറുപടി പറയാനുള്ളത്. അപ്പോൾ ഒരാൾ കണ്ടാൽ മനസ്സിലാക്കാൻ പഠിക്കുക. അല്ലാണ്ട് ഒരു സൈലൻറ്റ് അറ്റ്മോസ്ഫിയർ എന്നുള്ള സ്ഥലത്ത് പറഞ്ഞില്ല തന്നെ അവിടെ പറയാതെ ഒരു 2-3 വർഷം ഇവിടെ ഇങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പോന്നു. അതങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെ ചൊടിയോടെ നിൽക്കണം എന്നുള്ള കാര്യമാണ് വരേണ്ടത്. എന്തൊക്കെ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണോ, വൃത്തികേട് അല്ലെങ്കിൽ അത് എവിടെ കാശാണ്, ഏത് രീതിയിൽ ചെയ്യണോ, എന്ത് ചെയ്യണമെന്ന് ഇതിലാണ് പ്രസക്തം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പഠിക്കുക. ഇവിടെ കാശ് മേടിക്കണമെന്നില്ല ഇങ്ങനെ ഇത് പറയാനായിട്ട്, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അതനുസരിച്ച് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഇത് എന്താണ്, എനിക്ക് നല്ല സ്ട്രക്ചറും ഒരു 5 വയസ്സുള്ളപ്പോഴും ഞാൻ ഇത്ര പോകുന്നതല്ല, ചെറുതല്ല, ഇഫല്ല. എനിക്ക് നല്ല ഒരു ഫോട്ടോയിലൊക്കെ കാണില്ലേ ഒരു നിൽപ്പ്, ഇത്രയൊക്കെ ഒരു നിൽപ്പുണ്ട്, അതിന് ഒരു തരം നിൽപ്പുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഇത്ര ഇങ്ങനെ ഇതുണ്ടാവും. ഒരു 13-14 വയസ്സിലേക്ക് ഇത്ര ഇങ്ങനെ ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഒരു 5 വയസ്സാണെങ്കിൽ ഇത്ര ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ഇവിടെ കാണിക്കാൻ പറ്റില്ല, ഒരു തരം ലെവൽ ഇപ്പോൾ ഒരു 2 ഇരട്ടി എന്ന് പറയാം. അപ്പോൾ എല്ലാം ആ രീതിയിൽ തന്നെ വന്നേക്കണേ. നിങ്ങളെന്ത് വിചാരിക്കണം എനിക്കറിയില്ല. നിങ്ങളുടെ പോലെ നിങ്ങൾ മഞ്ഞയാണെങ്കിൽ, നിങ്ങൾ ഏത് പഴകിയവരാണെങ്കിൽ, ഇപ്പോഴും കുടവയറും പെട്ടത്തലയും മൂത്രതടസ്സം അണ്ടിയും കൊണ്ട് നടക്കണമെങ്കിൽ നിങ്ങൾ ശവപ്പെട്ടിയിൽ നിരങ്ങി നീങ്ങാണ്ട് ശവപ്പെട്ടിയിൽ പെട്ടെന്ന് അങ്ങോട്ട് ആവുക. അവിടെ എനിക്കൊന്നും പറയാനില്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അവിടെ അടി കൂടി നടക്കണമെന്നല്ല പറഞ്ഞത്. നിർത്താനുള്ളത് നിർജീവമായത് തെറ്റാണ്, ആ തല്ലി ഉടക്കാൻ ചെയ്യണം. അല്ല അടി കൂടാതെ ആര് പറഞ്ഞിട്ടില്ലേ? ഹിന്ദുസും മുസ്ലിംസും റോമൻ തെറ്റാണ്, തെറ്റ് തന്നെയാണ്. തെറ്റൊരിക്കലും ശരിയാവില്ല. എല്ലാ ഫോട്ടോയിലും എല്ലാ വീഡിയോസിൽ കാണുന്ന നെഞ്ചുവിരിവും ആ ഹൈറ്റും സ്ട്രക്ചറും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽഫുണ്ട് ആഴ്ച നിങ്ങൾ തെറ്റിന് എരന്ന് കൂട്ടി വാങ്ങി തമ്മിൽ എരന്ന് കൂട്ടി വാങ്ങാൻ കൊടുക്കാന്നല്ലാണ്ട് ഈ വെഡിത്തം നിർജീവമായത് കഴിക്കാന്നല്ലാണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യണ്ട. ഇതിനൊക്കെ എങ്ങനെ ഓർമ്മിച്ച് വെക്കേണ്ടത് ആവശ്യം വരും? തമ്മിൽ എല്ലാവരും കൂടി വിഡ്ഢികളുടെ കൂടെ നടന്ന് തോറ്റ വേട പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ അവരുടെ കൂടെ നടക്കുന്ന കാര്യം? ഒരു കാര്യമില്ല. എല്ലാ ക്ലേശവും റോമൻ കത്തോലിക് ഹിന്ദു മുസ്ലിംസ് ആത്മഹത്യ ചെയ്തവരാണ്. നിങ്ങളാണ് പറയിപ്പിച്ച് നടന്നവർ, വീട്ടിൽ നിന്ന് 3ാമത് ജനിച്ചവർ. അവരെ പോലെയാണെന്ന് വിചാരിച്ചാൽ ഞാൻ ഒരു ബുദ്ധിബോധം വേണ്ട വേർതിരിച്ചറിയാനെങ്കിലും. അവരുടെ കുരുട്ട് മോന്തയാണെന്ന് കണ്ട മനസ്സിലാക്കുന്ന ബോധമല്ലേ 3ാമത് 7ാമത് ജനിച്ചവരും. പിന്നെ അവരിത് പറയുമോ? ഒരു നല്ല പ്ലസൻ്റായിട്ട് പറയാനുള്ള വ്യത്യാസം അറിയില്ല ധൈര്യമായിട്ട്.